നമസ്കാരം. നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ അഥവാ നിഡാസിന്റെ 94-ാം പതിപ്പാണെന്ന് ഏവർക്കും സ്വാഗതം. നിഷും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. വിവിധ തരത്തിലുള്ള ഭിന്നശേഷിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നിഡാസിൽ കൈകാര്യം ചെയ്തു വരുന്നത്. നിഡാസ് പ്രധാനമായും ഭിന്നശേഷിയുള്ളവർക്കും അവരെ പരിപാലിക്കുന്നവർക്കും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെഷനിൽ തിരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസും ചർച്ചയും ചോദ്യോത്തര വേളയുമായി ആണ് നിഡാസ് നടത്തി വരുന്നത്. ഇന്നത്തെ നിഡാസ് തുടങ്ങുന്നതിന് മുന്നോടിയായി എല്ലാ പാർട്ടിസിപ്പൻസും കുറച്ച് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. നിഡാസ് ഗൂഗിൾ മീറ്റിലും യൂട്യൂബിലും കാണാവുന്നതാണ്. ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്ത പാർട്ടിസിപ്പൻസ് പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത് മൈക്ക്, പ്രസന്റേഷൻ മോഡ് തുടങ്ങിയവ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. പ്രസന്റേഷന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകുന്നതാണ്. ഇന്നത്തെ ഈ പ്രസന്റേഷൻ സൈൻ ലാംഗ്വേജ് പരിഭാഷയുണ്ട്. സൈൻ ലാംഗ്വേജ് പരിഭാഷ ചെയ്യുന്നത് മിസ്റ്റർ പ്രശാന്ത്. സൈൻ ലാംഗ്വേജ് പരിഭാഷ ആവശ്യമുള്ള പാർട്ടിസിപ്പൻസ് സ്ക്രീനിൽ കോർഡിനേറ്റർ നിഡാസ് പിൻ ചെയ്യേണ്ടതാണ്. 94-ാമത്തെ നിഡാസിന്റെ വിഷയം കോക്ലിയർ ഇംപ്ലാന്റേഷൻ അറിയേണ്ടതെല്ലാം. 80% മുകളിൽ കേൾവിക്കുറവുള്ളവരെ സഹായിക്കുന്ന ഒരു മെഡിക്കൽ ഇലക്ട്രോണിക് ഉപകരണമാണ് കോക്ലിയർ ഇംപ്ലാന്റ്. അപ്പൊ ഈ കോക്ലിയർ ഇംപ്ലാന്റ് എന്താണ്, ഇതിന്റെ സവിശേഷതകൾ, ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം, ഈ കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയുമായി ബന്ധപ്പെട്ട നടപടികൾ, കോക്ലിയർ ഇംപ്ലാന്റ് ഗവൺമെന്റ് തലത്തിലുള്ള പദ്ധതികൾ, ഓഡിറ്ററി വെർബൽ തെറപ്പി എന്നിവയെ കുറിച്ചാണ് ഇന്നത്തെ ഈ നിഡാസിൽ സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ജീന മേരി ജോയ്, അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, ട്രിവാൻഡ്രം. മാഡം കഴിഞ്ഞ 25 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ശ്രീ രാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് PhD കരസ്ഥമാക്കി. നിഷിലെ കോക്ലിയർ ഇംപ്ലാന്റ് യൂണിറ്റ് സ്ഥാപകയും ഹെഡുമാണ്. മാഡം ധാരാളം കോക്ലിയർ ഇംപ്ലാന്റുമായി ബന്ധപ്പെട്ട് ധാരാളം നാഷണൽ, ഇന്റർനാഷണൽ തലത്തിൽ പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതി 2012 മുതലുള്ള പദ്ധതിയിൽ എക്സ്പേർട്ട് മെമ്പറും ശ്രുതിതരംഗം പ്രോജക്റ്റിലെ ഔട്ട്കം അസസ്മെന്റ് പ്രോജക്റ്റിന് നേതൃത്വം നൽകി വരികയാണ്. വെൽക്കം ഡോക്ടർ ജീന. പ്രസന്റേഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായി എല്ലാ പാർട്ടിസിപ്പൻസും ഒരു ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യാവലി വന്നിട്ടുണ്ട്. ആ ചോദ്യാവലി എല്ലാ പാർട്ടിസിപ്പൻസും ഒന്ന് ഫില്ല് ചെയ്യേണ്ടതാണ്. ജീന മാഡം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സംഗീത ഫോർ ദാറ്റ് വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. And NIDAS teamina valareyadhigam thanks for giving me this opportunity to present on cochlear implantation. Thank you very much. സോ ഞാൻ ഇനിയുള്ള ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ ഉള്ളത് ഞാൻ കോക്ലിയർ ഇംപ്ലാന്റിനെ കുറിച്ചും, ആദ്യം തുടങ്ങുന്നത് എന്താണ് കേൾവിക്കുറവ് എന്നുള്ളതും, കേൾവിക്കുറവ് എങ്ങനെയാണ് കേൾവിക്കുറവ് വരുന്നത്, അല്ലെങ്കിൽ കേൾവിക്കുറവിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിന്ന് കോക്ലിയർ ഇംപ്ലാന്റ് എന്താണ്, കേൾവിക്കുറവിലേക്ക് കോക്ലിയർ ഇംപ്ലാന്റ് എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചും AVT-നെ കുറിച്ചുമാണ് ഞാൻ ഈ ഒരു സെഷനിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കോക്ലിയർ ഇംപ്ലാന്റിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കേൾവി പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മള് അന്തരീക്ഷത്തിൽ ശബ്ദതരംഗങ്ങളുണ്ട്. ശബ്ദതരംഗങ്ങൾ നമ്മുടെ ചെവിയിൽ നിന്ന് ബ്രെയിനിലേക്ക് ഒരു യാത്രയാണ്. അപ്പൊ അത് പല അവയവങ്ങളിൽ കൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ ബ്രെയിനിലേക്ക് ശബ്ദതരംഗങ്ങൾ എത്തുകയും നമ്മള് ശബ്ദതരംഗങ്ങൾ കേൾവി അല്ലെങ്കിൽ നമ്മുടെ സ്പീച്ചിനെ സംസാരത്തിന്റെ യൂണിറ്റ്സിനെ നമ്മുടെ ബ്രെയിൻ പെർസീവ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ആദ്യം പുറത്തുനിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ, അത് എൻവയോൺമെന്റൽ സൗണ്ട്സ് ആകാം, സ്പീച്ച് സൗണ്ട്സ് ആകാം, നമ്മുടെ സംസാര സൗണ്ട്സ് ആകാം, അത് ഔട്ടർ ഇയർ, ആദ്യം ഔട്ടർ ഇയർ, അതായത് നമ്മൾ പുറമേ കാണുന്ന ബാഹ്യകർണം,
ബാഹ്യകർണം ശബ്ദതരംഗങ്ങളെ കളക്ട് ചെയ്ത് ഏത് ദിശയിൽ നിന്നാണ് ശബ്ദം വരുന്നത് എന്നുള്ളതിനെ അത് മനസ്സിലാക്കി മധ്യചെവിയിലേക്ക് കൊടുക്കുന്നു. അതായത് മധ്യകർണം, മിഡിൽ ഇയർ അല്ലെങ്കിൽ മധ്യകർണത്തിലേക്ക് കൊടുക്കുന്നു. മധ്യകർണം ശബ്ദത്തിനെ മധ്യകർണം എന്ന് പറയുന്നത് എയർ ഫിൽഡ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റിയാണ്. അത് ശബ്ദത്തിനെ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ആന്തരിക കർണം അല്ലെങ്കിൽ ആന്തരിക കർണത്തിലാണ് കോക്ലിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇരിക്കുന്നത്. കോക്ലിയയ്ക്കുള്ളിലേക്ക് ശബ്ദതരംഗങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. കോക്ലിയ ഈ ശബ്ദതരംഗങ്ങളെ ന്യൂറൽ ഇമ്പൾസസ് ആക്കാൻ സഹായിക്കുകയും അത് നമ്മുടെ കേൾവി സംബന്ധമായ നാഡീവ്യവസ്ഥയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ആ നാഡീവ്യവസ്ഥയിൽ നിന്ന് ആണ് കേൾവിക്ക് വേണ്ടി ഉള്ള തലച്ചോറിലെ ഒരു ഭാഗമുണ്ട്. നമ്മൾ ഇപ്പൊ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമ്മുടെ ബ്രെയിനിൽ പ്രത്യേകമായ സ്ഥാനങ്ങളുണ്ട്. അപ്പൊ കേൾവി സംബന്ധമായ തലച്ചോറിന്റെ സ്ഥലത്തേക്ക് ഈ കേൾവി സംബന്ധമായ നാഡീ വ്യവസ്ഥ ശബ്ദങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അപ്പൊ ശബ്ദം, അന്തരീക്ഷത്തിലുള്ള ശബ്ദം അല്ലെങ്കിൽ സംസാരത്തിന്റെ ശബ്ദമാവാം, എൻവയോൺമെന്റൽ സൗണ്ട്സ് ആവാം, ഇത് ബ്രെയിൻ വരെ ട്രാവൽ ചെയ്യുന്നത് ഈ മൾട്ടിപ്പിൾ സെന്റേഴ്സിൽ കൂടെ, ഈ പല അവയവങ്ങളിൽ കൂടെ, കേൾവിയുടെ അവയവങ്ങളിൽ കൂടെ സഞ്ചരിച്ചാണ് ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഔട്ടർ ഇയറിലോ മിഡിൽ ഇയറിലോ ഇന്നർ ഇയറിലോ അല്ലെങ്കിൽ ഓഡിറ്ററി പാത്വേയിൽ എവിടെയോ തലച്ചോറിലോ ഇതിലെവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് കേൾവിക്കുറവ് വരാം. അപ്പോ കേൾവിക്കുറവ് പല തീവ്രത, കേൾവിക്കുറവിന്റെ തീവ്രത ഏറ്റവും മൈൽഡ് ഹിയറിംഗ് ലോസ് തൊട്ട് പ്രൊഫൗണ്ട് ലോസ് വരെ വേരി ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗറിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേൾവിയെ അളക്കുന്ന, കേൾവി ശക്തിനെ അളക്കുന്ന ഒരു ഗ്രാഫാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓഡിയോഗ്രാം എന്ന് പറയും ഈ ഒരു ഗ്രാഫിനെ. അപ്പൊ ഇതില് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ഈ ഒരു ആക്സിസില് -10, 0, 10, 20 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കേൾവിയുടെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ വോള്യൂം അളക്കുന്ന ഒരു തോതാണ്. കേൾവിനെ നമ്മൾ പല ഫ്രീക്വൻസി റേഞ്ചിലാണ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പിച്ച് റേഞ്ചിലാണ് നമ്മൾ അളക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാളുടെ കേൾവി ശക്തി അളക്കുക എന്ന് പറയുന്നത് പല ഫ്രീക്വൻസിയിൽ പല ഇന്റൻസിറ്റിയിൽ തോത് വ്യത്യാസപ്പെട്ട്, സേ ഫോർ എക്സാമ്പിൾ 250 ഹേർട്സിൽ നമ്മൾ 90 dB ശബ്ദം കൊടുക്കും. അപ്പൊ ആളിനോട് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറയും. കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഓക്കെ, അത് കഴിഞ്ഞ് 80 കൊടുക്കും, 70 കൊടുക്കും, 60 കൊടുക്കും. അങ്ങനെ ഏറ്റവും മിനിമം ഇന്റൻസിറ്റി ഏതാണോ ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്നത് അതാണ് ആ ആളുടെ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലെ കേൾവിയുടെ ത്രഷോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ അക്രോസ് ഫ്രീക്വൻസി 250 ഹേർട്സ്, 500 ഹേർട്സ്, അങ്ങനെ 250 തൊട്ട് 8000 ഹേർട്സ് വരെ ഉള്ള ഫ്രീക്വൻസീസിൽ നമ്മൾ കേൾവിയുടെ ഇന്റൻസിറ്റി എങ്ങനെയാണ്, മിനിമം ഇന്റൻസിറ്റി കേൾക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കേൾവിയുടെ തോത് നമ്മൾ അളക്കുന്നത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറിലെ ഗ്രാഫ് ഉണ്ട്, റെഡ് കളറിലെ ഒരു ഗ്രാഫും ഉണ്ട്. ഇത് ഇടതും വലതും ഡിനോട്ട് ചെയ്യുന്നു. റെഡ് കളർ ഇസ് ഫോർ റൈറ്റ് ഇയർ, റൈറ്റ് ഇയറിന്റെ വലത് ചെവിയുടേതാണ് റൈറ്റ് ഇയറിന്റെ ഗ്രാഫ് എന്ന് ചുവന്ന ലൈൻ എന്ന് പറയുന്നത്. ബ്ലൂ എന്ന് പറയുന്നത് ഇടത് ചെവിയുടെ ഗ്രാഫുമാണ്. അപ്പൊ ഈ 10 dBക്കുള്ളിലാണ് ഈ ഗ്രാഫ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നോർമൽ, കേൾവി നോർമൽ ആണ് എന്നുള്ളതാണ്. അപ്പൊ പല തോതിലാണ്. അപ്പൊ അത് കഴിഞ്ഞ് 15 തൊട്ട് 25-നുള്ളിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ മിനിമൽ ഹിയറിംഗ് ലോസ് എന്ന് വരും. ഇതേപോലെ തന്നെ 70-ന് മുകളിലും 90-നുള്ളിലുമാണ് ഈ ഗ്രാഫ് വരുന്നതെങ്കിൽ അതിനെ സിവിയർ ഹിയറിംഗ് ലോസ് എന്ന് പറയും. 90 dBക്ക് മേലെയാണ് ഈ ഗ്രാഫ് നിൽക്കുന്നതെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പുറത്തെ ഗ്രാഫിൽ കാണുന്ന പോലെ 90 dBക്ക് മേലെയാണ് ഈ ഗ്രാഫ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അതിതീവ്ര ഹിയറിംഗ് ലോസ്, അതായത് സിവിയർ ടു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ്. 90 dBക്ക് മേലെ ഉള്ള ശബ്ദം കൊടുത്താൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ആളിന്റെ ചെവിയിലെ ഇയർ പ്രതികരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ നോർമൽ ടു പ്രൊഫൗണ്ട് വരെയാണ് കേൾവിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പൊ ഇനിയിപ്പോ ഇത്രയും ഇപ്പം നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റിന്റെ കോൺസെപ്റ്റിൽ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും സിവിയർ ടു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസിനെയാണ് നമ്മൾ പലപ്പോഴും അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിവിയർ ടു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റി ലെവലിലേക്ക് വരുന്ന ആ ഒരു ലോസ് വരുമ്പോൾ എന്താണ് ശബ്ദങ്ങൾക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കേൾവിക്കുറവുള്ള ആള് എങ്ങനെയായിരിക്കും ആ ശബ്ദങ്ങളെ പെർസീവ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് അടുത്ത ഗ്രാഫ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പൊ ഈ തൊട്ട് മുന്നിൽ കാണിച്ച ഗ്രാഫിൽ ഇവിടെ ഒരു ഷെയ്ഡഡ് റീജിയൻ കണ്ടു, ഒരു ബോട്ട് പോലെ. നമ്മൾ ഇതിനെ പറയുന്നത് സ്പീച്ച് ബനാന എന്നുള്ളതാണ്. സ്പീച്ച് ഒരു ബോട്ട് പോലെ ഒരു ഷെയ്ഡഡ് റീജിയൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ ഇവിടെ പറയാം. ഈ ഒരു ഗ്രീൻ കളർ പോർഷൻ എന്ന് പറയുന്നത് നോർമൽ ഹിയറിംഗ് റേഞ്ച് ആണ്, നമ്മുടെ ഓഡിയോഗ്രാമിലെ നോർമൽ ഹിയറിംഗ് റേഞ്ച് ആണ്. ഈ ഒരു ചെറിയ ബ്ലൂ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് മൈൽഡ് ഹിയറിംഗ് ലോസ് റേഞ്ച് ആണ്. മോഡറേറ്റ്, ഈ ഒരു യെല്ലോ റീജിയൻ മോഡറേറ്റ് ഹിയറിംഗ് ലോസ്, അതായത് ഏകദേശം ഒരു 50 തൊട്ട് 60% വരെ കേൾവിക്കുറവ് ആ ഒരു ലെവലിൽ വരും. അത് കഴിഞ്ഞിട്ട് സിവിയർ ഹിയറിംഗ് ലോസ്, പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ്. അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് ഫിഗേഴ്സും കുറച്ച് അക്ഷരങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഒരു ബനാന ഷേപ്പ് പോലെ വരച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് ഇത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ അകത്ത് കുറച്ച് അക്ഷരങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ അക്ഷരങ്ങൾ ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ സ്പീച്ച് സൗണ്ട്സ് ആണ്, നമ്മുടെ സംസാരത്തിലുള്ള സൗണ്ട്സിനെയാണ് അത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു നോർമൽ കോൺവെർസേഷനിൽ, നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിൽ നമ്മുടെ ശബ്ദ തരംഗങ്ങള്, നമ്മുടെ ശബ്ദം ഏത് ഫ്രീക്വൻസി, ഏത് ഇന്റൻസിറ്റിയിലാണ് അന്തരീക്ഷത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ബനാന, സ്പീച്ച് ബനാനയ്ക്കകത്ത് ആ ശബ്ദങ്ങൾ ഡിനോട്ട് ചെയ്യുന്നത് കൊണ്ട് കാണിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ എന്ന് പറഞ്ഞ പി എന്ന് പറയുന്ന ശബ്ദം മാർക്ക് ചെയ്തേക്കുന്നത് ഞാൻ ഇവിടെ അത് നോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000 ഹേർട്സിന്റെ ആ ഒരു പ എന്ന് പറയുന്ന ആ ഒരു ശബ്ദം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാമെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ എൻ്റെ ഒരു നോർമൽ കോൺവെർസേഷനിൽ പ എന്ന് പറയുന്ന ശബ്ദം 1000 ഹേർട്സിൽ ഏകദേശം ഒരു 40 dBയിലായിരിക്കും നമ്മുടെ പുറത്തേക്ക് അത് ശബ്ദത്തിന്റെ അളവിൽ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് അതിന്റെ അർത്ഥം. അതേപോലെ മ എന്ന് പറയുന്ന ശബ്ദം ഉണ്ട്, അത് ലോ ഫ്രീക്വൻസി എൻഡിലാണ്, 250 ഹേർട്സിലാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ ഫ എന്ന് പറയുന്ന ശബ്ദം, സ എന്ന് പറയുന്ന ശബ്ദം, ഥ, ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈ ഫ്രീക്വൻസി എൻഡിൽ വരുന്ന ശബ്ദങ്ങളാണ്. അപ്പൊ ഇത് നമ്മുടെ ഈ ഗ്രാഫിൽ തന്നെയുള്ള ഒരു ലെവലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള ഒരാൾക്ക് സിവിയറോ അല്ലെങ്കിൽ പ്രൊഫൗണ്ട് മോഡറേറ്റ് തൊട്ട് മുകളിലോട്ടുള്ള ആൾക്ക് ഈ നമ്മുടെ നോർമൽ കോൺവെർസേഷനിൽ വരുന്ന ഈ ശബ്ദങ്ങളൊന്നും പെർസീവ് ചെയ്യാനായിട്ട്, ചെവിയില് ജസ്റ്റ് വീഴുമായിരിക്കാം, പക്ഷെ അത് പ്രോസസ് ചെയ്ത് ബ്രെയിനിലേക്ക് എത്താനായിട്ട് പറ്റില്ല. അപ്പോ ശബ്ദങ്ങൾ മനസ്സിലാവില്ല. ശബ്ദങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അത് സംസാരം ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സിവിയർ ടു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സംസാരം പ്രോപ്പറായിട്ട് പ്രോസസ്സ് കേൾക്കില്ല, അതുകൊണ്ട് തന്നെ പ്രോസസ്സ് ചെയ്യാനായിട്ടും പറ്റില്ല. സോ അതേപോലെ തന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫൗണ്ട് ആയിട്ട് ഉള്ള ഒരാൾക്ക് ഇപ്പൊ ഹെലികോപ്റ്ററിന്റെ ശബ്ദം, വളരെ ലൗഡായിട്ടുള്ള സൗണ്ട്, അത് ഒരു ബെയർ ഹിയറിൽ ചിലപ്പോൾ അത് കുറച്ചൊന്ന് കേൾക്കാനായിട്ട് പറ്റുമായിരിക്കും. അതുപോലെ തന്നെ വലിയ ട്രാക്ടറിന്റെ സൗണ്ട്, അപ്പൊ അത്രയും ഹൈ ഇന്റൻസിറ്റിയിലുള്ള സൗണ്ട്സ് ആണ് ഒരു സിവിയർ ടു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള ഒരാൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ഒരു 35 to 55 dBയിൽ വരുന്ന കോൺവെർസേഷണൽ അതിൽ ആ ഒരു ഇത് ചെവിയിലേക്ക് പെർസീവ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെയാണ് കോക്ലിയർ ഇംപ്ലാന്റിന്റെ പ്രസക്തി വരുന്നത്. സോ അപ്പം ഓർ എനി ഹിയറിംഗ് ഡിവൈസ്, കേൾവി സഹായികളുടെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. അപ്പൊ 2 രീതിയിലുള്ള കേൾവി സഹായികളാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, റിസർച്ചിൽ അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ നിലവിൽ ആൾക്കാരിൽ യൂസ് ചെയ്യപ്പെടുന്ന 2 തരത്തിലുള്ള ഡിവൈസസ് ആണുള്ളത്.
ഒന്ന് ഹിയറിംഗ് എയ്ഡ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹിയറിംഗ് എയ്ഡ്, കേൾവി സഹായി. അതിനോടൊപ്പം അതുപോലെ തന്നെ അടുത്ത ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജിക്കലി ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോക്ലിയർ ഇംപ്ലാന്റും ഹിയറിംഗ് എയ്ഡും തമ്മിലുള്ള വ്യത്യാസം, എന്തുകൊണ്ട് കോക്ലിയർ ഇംപ്ലാന്റ്, എന്തുകൊണ്ട് ഹിയറിംഗ് എയ്ഡ്, ആ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഹിയറിംഗ് എയ്ഡിനെ സംബന്ധിച്ചിടത്തോളം എത്ര അഡ്വാൻസ്ഡ് ഹിയറിംഗ് എയ്ഡ് നമ്മൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്സിനെ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കുറവാണ്, ലിമിറ്റഡ് ആണ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഏകദേശം ഒരു 2 കിലോ ഹെർട്സ് വരെയൊക്കെ ഉള്ള സൗണ്ടിനെ ഏറ്റവും നല്ല ഹിയറിംഗ് എയ്ഡ്സ് പ്രോസസ്സ് ചെയ്ത് വിടും. അതേസമയം ഹൈ ഫ്രീക്വൻസി ലെവലിലുള്ള സ എന്ന് പറയുന്ന ഈ സ്പീച്ച് ബനാനയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, സ എന്ന് പറയുന്ന ശബ്ദം, ഫ ശബ്ദം, ത ശബ്ദം, ഇതൊക്കെ ഹിയറിംഗ് എയ്ഡിന് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മള് ഹിയറിംഗ് എയ്ഡ് വെച്ച് കേൾക്കുന്ന ഒരാള് നമ്മള് സംസാരത്തിലെ ചില സൗണ്ട്സ് അങ്ങ് മിസ്സായിട്ട് പോവുകയാണ്, ഫ കേൾക്കത്തില്ല. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഫ എന്ന് പറയുന്നുള്ള ശബ്ദം ഒന്നും നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല, സ എന്ന് പറയുന്ന ശബ്ദം ഒന്നും നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല, ത്ര എന്ന് പറയുന്ന ശബ്ദം ഒന്നും നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറയുന്ന മെസ്സേജിലെ ആ സെന്റൻസ് പല കാര്യങ്ങളും നിങ്ങൾ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് മിസ് ചെയ്ത് വിട്ടേ കേൾക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് മെസ്സേജ് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള അത് ലിമിറ്റഡ് ആയിരിക്കും. സോ അപ്പൊ ഇതാണ്. അപ്പൊ അതേസമയം കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. സർജിക്കലി ഒരു ഡിവൈസ് ചെവിക്കുള്ളിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ സ്പീച്ച് സൗണ്ട്സിനെയും പ്രോസസ്സ് ചെയ്ത് ബ്രെയിനിലേക്ക് എത്തിക്കാനുള്ള കപ്പാസിറ്റി കോക്ലിയർ ഇംപ്ലാന്റിനുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്താണ് കോക്ലിയർ ഇംപ്ലാന്റ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് പോകാം. അത് ഒരു വീഡിയോയിൽ കൂടെ, അത് ഇംഗ്ലീഷ് ആണ്, പക്ഷെ ആ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. അപ്പൊ ഞാനത് കാണിക്കാം, നിങ്ങളെ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കാം. Hi, I'm Jeevan from grade 7. Most of you might know how does the hearing work. Well, in the world, there are people who can't hear. So, to subside the disability of hearing, people use hearing aids or cochlear implants, and I am one of them. What is a cochlear implant? How does it work? A cochlear implant is a small electronic device that electrically stimulates the cochlear nerve. Do you know the implant has external and internal parts? The external part sits behind the ear. It picks up the sound with the microphone. It then processes the sound and transmits it to the internal part of the implant. The internal part is placed under the skin behind the ear during an outpatient surgery. A thin wire and a small electrode lead to the cochlea, which is part of the inner ear. The wire sends signal to the cochlear nerve, which sends sound information to the brain to produce a hearing sensation. Although normal hearing is not restored with appropriate therapy and practice, the improved hearing experience can mean an increased awareness of sound in the environment, as well as better communication through listening. A cochlear implant may help someone with hearing loss to restore or to improve the ability to hear and understand speech. A cochlear implant is different than a hearing aid. A hearing aid makes the sound louder, but not significantly to improve the speech understanding. When a person struggles to understand speech, even with appropriately fitted hearing aids, a cochlear implant should be considered. When the device is tuned appropriately and the recipient is committed rehabilitation therapy, the cochlear implant can significantly increase the hearing in adults. Cochlear implants in infants and toddlers may help them to listen and learn to speak. The cochlear implant is a lifelong commitment. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഞാൻ ഇത് ഇംഗ്ലീഷിലായാലും ഞാൻ ഇവിടെ പ്ലേ ചെയ്യാനായിട്ട് പറയുന്നത്, ഇത് ഒരു ഇംപ്ലാന്റ് ചെയ്ത ഒരു വയസ്സിൽ ഇംപ്ലാന്റ് ചെയ്ത ഒരു കുട്ടിയാണ് ജീവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ജീവൻ തന്നെ ഇംപ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ പലയിടത്തും ഇപ്പൊ എഡ്യൂക്കേഷണൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സോ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒന്നും കൂടെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സിവിയർ ടു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികൾക്ക്
നമുക്ക് സർജിക്കലി ഇംപ്ലാന്റ് ചെയ്യപ്പെടേണ്ട ഒരു മെഡിക്കൽ ഇലക്ട്രോണിക് ഉപകരണമാണ് കോക്ലിയർ ഇംപ്ലാന്റ്. അപ്പൊ ഹിയറിംഗ് എയ്ഡിൽ കൂടെ പൂർണ്ണമായിട്ട് കേൾവി ശക്തി തിരിച്ചു കിട്ടില്ല എന്ന് നമുക്കറിയാവുന്ന കേസിൽ ആണ് നമ്മൾ, അതായത് സിവിയർ ടു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസിലാണ് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ കോക്ലിയർ ഇംപ്ലാന്റ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. കോക്ലിയർ ഇംപ്ലാന്റിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ബാഹ്യഭാഗം, ഒന്ന് ആന്തരിക ഭാഗം. നമ്മൾ ഹിയറിംഗ് അല്ലെങ്കിൽ ഇയറിനെ കുറിച്ച് പറഞ്ഞപ്പം ഔട്ടർ ഇയർ, ഇന്നർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ പറഞ്ഞതുപോലെ തന്നെ കോക്ലിയർ ഇംപ്ലാന്റിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഔട്ടർ ഡിവൈസും ഒന്ന് ഇന്റേണൽ ഡിവൈസും. അപ്പൊ ഔട്ടർ പാർട്ടില് നമ്മൾ ഈ ഒരു ഗ്രേ കളറിൽ കാണുന്നതാണ് ചെവിയുടെ പുറകിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വെക്കുന്ന ഔട്ടർ ഡിവൈസ്, എക്സ്റ്റേണൽ ഡിവൈസ് വരുന്നത്. അപ്പൊ ആ ഒരു ഡിവൈസിൽ ഉള്ളത് മൈക്രോഫോൺ, ആ ഒരു സ്പീച്ച് പ്രോസസ്സർ ഉണ്ട്. സ്പീച്ച് പ്രോസസ്സറിന്റെ ഒരു ഭാഗത്തായിട്ട് മൈക്രോഫോൺ ഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വയറിൽ കൂടെ വന്നിട്ട് ഇവിടെ ഒരു ട്രാൻസ്മിറ്റർ കോയിൽ ഉണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത്, അല്ലെങ്കിൽ ഇത് ഇത്രയുമാണ് ചെവിയുടെ പുറത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഇരിക്കുന്നത്. അതിനുശേഷം ഇന്റേണലി അകത്ത് ആന്തരിക ഭാഗം എന്ന് പറയുന്നത് ഒരു റിസീവർ സ്റ്റിമുലേറ്റർ, അതേപോലെ തന്നെ കോക്ലിയയ്ക്കുള്ളിലേക്ക് വെക്കാൻ പാകത്തിനുള്ള ഒരു ഇലക്ട്രോഡ് ആരെ, ഇലക്ട്രോഡ് നിര എന്ന് പറയും. അതായത് ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പില് ഒരു റൗണ്ടഡ് പോർഷൻ നിങ്ങൾക്ക് കാണാം. ഏറ്റവും ഒരു റൗണ്ടഡ് പോർഷൻ, ആ ഒരു റൗണ്ടഡ് പോർഷൻ ആണ് കോക്ലിയയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. ഔട്ടർ എക്സ്റ്റേണൽ ഡിവൈസ് ആൻഡ് ഇന്റേണൽ ഡിവൈസ്. അപ്പൊ ഇങ്ങനെയായിരിക്കും അത് ഇരിക്കുന്നത്. ഔട്ടർ ഡിവൈസ് നിങ്ങൾ ഈ 1 and 2 ഇപ്പൊ ഈ ചെവിയുടെ പുറകിൽ വെച്ചിരിക്കുന്ന ഡിവൈസ്, എക്സ്റ്റേണൽ തലയുടെ ചെവിയുടെ പുറത്തായിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ട്രാൻസ്മിറ്റർ കോയിൽ ഉണ്ട്. ഇത് ഇത്രയും പുറത്തിരിക്കും. ഇന്റേണലി സർജൻ ഇംപ്ലാന്റ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഈ ഒരു ട്രാൻസ്പെറന്റ് വെയിൽ നമ്മുടെ ചെവിയുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഒരു ലെവലിൽ കാണിച്ചിരിക്കുന്നത് ട്രാൻസ്മിറ്റർ കോയിൽ, ഇന്റേണൽ ഇംപ്ലാന്റ്. അതിൽ കൂടെ ഒരു വയർ ഇങ്ങനെ മധ്യ ചെവിയിൽ കൂടെ പാസ് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കോക്ലിയയ്ക്ക് അകത്തേക്ക് ഒരു നാര് പോലെ ഇരിക്കുന്ന ഒരു സാധനം, ഒരു 7 മുടിനാരുകൾ ചേർത്താൽ എത്ര തിക്നെസ് ഉണ്ടാവും അത്രേ ഉള്ളൂ അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഈ കോക്ലിയയ്ക്ക് ഉള്ളിലേക്ക് വെച്ചിരിക്കുന്ന ആ ഒരു കോയിലിന്റെ തിക്നെസ് എന്ന് പറയുന്നത്, ഇലക്ട്രോഡ് സെറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതിൽ ചെറിയ യൂണിറ്റ്സ് നിങ്ങൾക്ക് കാണാം. ആ കോക്ലിയയ്ക്ക് നീല കളറിലിരിക്കുന്നതാണ് കോക്ലിയ. അതിന്റെ അകത്തുള്ളിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാച്ചസ് പോലെ ഒരു വൈറ്റ് കളേർഡ് ഡോട്ട്സ് നിങ്ങൾക്ക് കാണാം. അതാണ് 22 ഇലക്ട്രോഡ്സ്, കോക്ലിയയ്ക്ക് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന 22 ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അപ്പോ കോക്ലിയർ ഇംപ്ലാന്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ നമ്മുടെ സാധാരണ ചെവി ശബ്ദതരംഗങ്ങളെ പിക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഈ ചെവിയുടെ പുറകിൽ ഇരിക്കുന്ന പ്രോസസ്സറിലുള്ള മൈക്രോഫോൺ ശബ്ദതരംഗങ്ങളെ പിക്ക് ചെയ്യും. അതിന്റെ അകത്ത് പ്രോസസ് ചെയ്യും. അതിന്റെ ഇന്റൻസിറ്റി എത്ര, അതിന്റെ ഫ്രീക്വൻസി എത്ര, അതിന്റെ ലൗഡ്നെസ്, അതിന്റെ ശബ്ദത്തിന്റെ എല്ലാ തരത്തിലുള്ള ക്വാളിറ്റീസിനെയും അത് അവിടെ പ്രോസസ് ചെയ്യും. പ്രോസസ് ചെയ്ത് നമ്മുടെ ചെവി എന്താണോ ചെയ്യേണ്ടത് അത് ഈ പറഞ്ഞ സ്പീച്ച് പ്രോസസ്സർ ചെയ്യും. അത് ഈ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു വയറ് വഴി ട്രാൻസ്മിറ്റർ കോയിലേക്ക് റേഡിയോ ഫ്രീക്വൻസീസ് ആയിട്ട് ആ ട്രാൻസ്മിറ്റർ കോയിലിലേക്ക് കൊടുക്കും. അതൊരു മാഗ്നറ്റ് ആണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. അത് ഒരു മാഗ്നറ്റ് ആണ്. ഉള്ളിൽ വെച്ചിരിക്കുന്നതും ഒരു മാഗ്നറ്റ് ആണ്, പുറത്ത് ഒട്ടിച്ചു വെക്കുന്നതും ഒരു മാഗ്നറ്റ് വഴിയാണ്. അതുകൊണ്ട് തന്നെ റേഡിയോ ഫ്രീക്വൻസീസ് വഴി, മാഗ്നറ്റ് വഴി ഉള്ളിലെ സ്ട്രക്ചറിലേക്ക് ഈ ശബ്ദതരംഗങ്ങളെ അത് പ്രോസസ്സ് ചെയ്ത ശബ്ദതരംഗങ്ങളെ അകത്തേക്ക് കൊടുക്കുകയും അത് ഈ വയറ് വഴി ഈ ഇലക്ട്രോഡ് സെറ്റിലേക്ക് ശബ്ദങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് വളരെ നേരിയ ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്.
അപ്പൊ കോക്ലിയയ്ക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കോക്ലിയ പല ഫ്രീക്വൻസീസ്, നമ്മളെ ശബ്ദതര കോക്ലിയയുടെ ഓരോ പാർട്ട് ഓഫ് ദ കോക്ലിയ ഓരോ ഫ്രീക്വൻസിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. അപ്പൊ അതേ നിരയിൽ തന്നെയാണ് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് ഇന്റേണൽ ഇലക്ട്രോഡ് നിരയും അകത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു 2 kHz ഉള്ള ശബ്ദമാണ് വരുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് നിര കാണും, അത് ആക്ടിവേറ്റ് ചെയ്യും. അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ കേൾവിയുടെ നരമ്പിനെ ഉത്തേജിപ്പിക്കും. സോ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നമ്മുടെ കേൾവിയുടെ ഞരമ്പിനെ, ഇപ്പൊ ഈ 4 എന്നൊരു യെല്ലോ കളറിൽ അവിടെ കാണിച്ചിരിക്കുന്നതാണ് കേൾവിയുടെ ഞരമ്പ്. അപ്പൊ അതിലേക്ക് ഡയറക്റ്റ് ശബ്ദ തരംഗങ്ങളെ കൊടുക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഹിയറിംഗ് എയ്ഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓഡിറ്ററി നെർവിനെ, കേൾവിയുടെ നാഡീവ്യൂഹത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഉത്തേജിപ്പിക്കാനായിട്ട് കോക്ലിയർ ഇംപ്ലാന്റിന് പറ്റും. സോ ഇതാണ് കോക്ലിയർ ഇംപ്ലാന്റും അതിന്റെ പ്രവർത്തന രീതിയും ആണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞത് പ്രകാരം എന്തൊക്കെയാണ് സവിശേഷതകൾ എന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. വളരെ കേൾവിയുടെ ഞരമ്പിനോട് ഏറ്റവും അടുത്ത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ സ്പഷ്ടവും വ്യക്തവുമായിട്ട് തന്നെ കേൾക്കാനായിട്ട് സംസാരിക്കുന്നു, അത് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് പറ്റുന്നു. അപ്പൊ കേൾക്കുന്നത് കൊണ്ട് തന്നെ, വ്യക്തമായിട്ട് കേൾക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് സംസാരിക്കാനായിട്ടും പറ്റും. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സാരി എന്ന് ഒരാൾ എന്നോട് പറയുമ്പോൾ ഞാൻ അതിനെ ആരീന്നേ കേൾക്കുന്നുള്ളൂ, ആയിന്നേ കേൾക്കുന്നുള്ളെങ്കിൽ ഓബ്വിയസ്ലി ഞാൻ അതിനെ ആയിന്നേ പറയുള്ളൂ. അപ്പൊ എന്താണോ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാമെങ്കിൽ വ്യക്തമായിട്ട് സംസാരിക്കാനായിട്ടും പറ്റും. അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് വ്യക്തമായിട്ട് ശബ്ദതരംഗങ്ങളെ ചെവിയിലേക്ക് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി സംസാരത്തിന്റെ വ്യക്തതയും വളരെ ബെറ്റർ ആയിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇയർ മോൾഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് അത് ഇന്റേണലി ഇത് ചെയ്യുന്ന ഒരു ഇതാണ്. അതേപോലെ ശ്രവണ സഹായിൽ നിന്നും വേണ്ടത്ര കേൾവി ലഭിക്കാത്തവർക്കാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ വളരെയധികം ഉപയോഗപ്രദമാണ്. ടെലിഫോൺ സംസാരവും സംഗീതാസ്വാദനവും ഏറ്റവും സുഗമമാവുന്നു. വളരെ പ്രത്യേകിച്ച് ഓൾഡർ പീപ്പിളൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ടെലിഫോണിൽ കൂടെ സംസാരിക്കാനും അവർ നേരത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗീത മ്യൂസിക് പെർസെപ്ഷൻ ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ കോക്ലിയർ ഇംപ്ലാന്റ് വന്നതോടെ അതൊക്കെ വളരെ ഇതായിട്ട് തന്നെ പോസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ വളരെ നാച്ചുറൽ ആൻഡ് നോർമൽ ആയിട്ട് തന്നെ ഇംപ്ലാന്റ് വെച്ച്, കോക്ലിയർ ഇംപ്ലാന്റ് വെച്ച് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആർക്കൊക്കെയാണ് കോക്ലിയർ ഇംപ്ലാന്റ് വെക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പൊ 12 മാസത്തിന് ആണ് മിനിമം. നമ്മുടെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് USA ആണ് അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് പലപ്പോഴും കൊടുക്കാറുള്ളത്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം 12 മാസത്തിന് മുകളിലായിരിക്കണം കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇപ്പൊ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, കോക്ലിയർ ഇംപ്ലാന്റ് സർജൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ക്രൈറ്റീരിയ ഉണ്ട്. നമുക്ക് കേരളത്തിൽ 8-9 മാസം തൊട്ട് സർജറി ചെയ്ത് വരുന്ന കുട്ടികൾ ഉണ്ട്. അപ്പൊ അവര് മെഡിക്കലി ഫിറ്റ് ആണ്, അവരുടെ ഒരു പർട്ടിക്കുലർ വാല്യൂസ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നു, ഹെഡ് സർക്കംഫറൻസ് പോലുള്ള കാര്യങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ 8-9 മാസം തൊട്ട് സർജറി നമ്മൾ നടത്താറുണ്ട്. കോക്ലിയർ ഇംപ്ലാന്റ് സർജൻസ് സർജറി നടത്താറുണ്ട്. അതേപോലെ തന്നെ മുതിർന്നവർക്കും ഇപ്പോ വളരെ ഇതായിട്ട് വരുന്നുണ്ട്. പോസ്റ്റ് ആക്സിഡന്റിന് ശേഷം കേൾവി ശക്തി നഷ്ടപ്പെട്ടവര്, അതേപോലെ തന്നെ പ്രായാധിക്യം മൂലം കേൾവി നഷ്ടപ്പെട്ട, ഓൾഡ് ഏജില് കേൾവി നഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് ഒത്തിരിയും പേര് ഇപ്പോ കോക്ലിയർ ഇംപ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവർക്കെല്ലാം കോക്ലിയർ ഇംപ്ലാന്റ് അനുയോജ്യമാണ്. അതേപോലെ അടുത്തൊരു കാറ്റഗറി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ശ്രവണ സഹായിൽ നിന്ന് വേണ്ടത്ര ഉപയോഗം ലഭിക്കാത്തവർ. അത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സിവിയർ ടു പ്രൊഫൗണ്ട് കാറ്റഗറിയിലുള്ള സിവിയർ ലോസ് ഒക്കെയാണ്, പക്ഷേ ഹിയറിംഗ് എയ്ഡ് ബെനിഫിറ്റ് അല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഇംപ്ലാന്റ് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോ പലപ്പോഴും ശ്രവണ സഹായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ പര്യാപ്തമായ ശരീരഘടനയും ചെവിയുടെ ഘടനയും ഉള്ളവർ. ഇപ്പം നമ്മൾ ചില അവസ്ഥയിലെങ്കിലും കണ്ടിട്ടുണ്ട് ചെവിയുടെ സ്ട്രക്ചർ പ്രോപ്പർ അല്ല, ഇത്
വളർന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അത് ചെവിയുടെ ഘടന പ്രോപ്പർ ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആർക്കൊക്കെയാണ് ഇംപ്ലാന്റ് ഉപയോഗിക്കാൻ കഴിയാത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ഭാഗികമായിട്ട് കേൾവിക്കുള്ളവർക്ക് കോക്ലിയർ ഇംപ്ലാന്റിന്റെ ആവശ്യമില്ല. കോക്ലിയർ ഇംപ്ലാന്റ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മാനസികമായിട്ടുള്ള വളർച്ചയില്ലാത്തവർക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇംപ്ലാന്റ് വെച്ചിട്ടും ശബ്ദങ്ങൾ പ്രോസസ്സ് ചെയ്യുകയും സംസാരം പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ബ്രെയിനിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രോപ്പറായിട്ട് നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ അത് അഫക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെവിയിലെ ഫ്രീക്വന്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്ന ഒരു ഇൻഫെക്ഷൻ പ്രോൺ ആണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സർജൻസ് അത് പ്രത്യേകം, കോക്ലിയർ ഇംപ്ലാന്റ് സർജൻസ് അത് പ്രത്യേകം നോക്കി ചിലപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അതേപോലെ തന്നെ കോക്ലിയയുടെ ഘടന നമ്മൾ നേരത്തെ ഉള്ള പിക്ചേഴ്സിലെല്ലാം കണ്ടു. കോക്ലിയ ഒരു ഇങ്ങനെ റൗണ്ടഡ് ഒരു സ്ട്രക്ചറാണ്. അപ്പൊ അത് പലപ്പോഴും ചിലപ്പോഴെങ്കിലും ഡെവലപ്മെന്റലി ഇഷ്യൂസ് ഉള്ളപ്പോ, അല്ലെങ്കിൽ ക്രേനിയൽ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ്സ് നോർമൽ അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറ്റും, കോക്ലിയയുടെ വളർച്ച പ്രോപ്പർ ആയിരിക്കത്തില്ല. ചിലപ്പോൾ കോക്ലിയയെ കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കോക്ലിയയ്ക്ക് ഒരു 2.5 ടേൺ ആണ് നമ്മൾ പറയുന്നത്, അത് ചിലപ്പോൾ 1 ടേണേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ കോക്ലിയയ്ക്ക് പാർട്ടീഷൻസ് വേണം, 2-3 പാർട്ടീഷൻസ് അതിൻ്റെ അകത്തുണ്ട്, ആ പാർട്ടീഷൻസ് ചിലപ്പോൾ കാണില്ല. അപ്പൊ അങ്ങനെയുള്ള ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഡീവിയേഷൻസ് ഒത്തിരിയും ഉണ്ടാവാം. അപ്പൊ അത് വെളിവാകുന്നത് സ്കാനിങ്ങിൽ കൂടെയാണ്. അപ്പൊ ആ സ്കാനിങ്ങിൽ കൂടെ ഘടനാപരമായ വ്യത്യാസങ്ങൾ കോക്ലിയയ്ക്ക് ഉണ്ടെങ്കിൽ അവർക്കും കോക്ലിയർ ഇംപ്ലാന്റ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേൾവിയുടെ നരമ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു കേൾവിയുടെ നാഡീവ്യൂഹം, ഞരമ്പ് പ്രോപ്പറായിട്ട് ഇരിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞരമ്പ് ഇല്ലാത്ത അവസ്ഥയുണ്ട്. ചില സമയത്ത് നമ്മൾ CT സ്കാൻ MRI ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് കേൾവിയുടെ ഞരമ്പേ ഉണ്ടാവില്ല. സോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കേൾവിയുടെ ഞരമ്പിന് ഒരു മിനിമം തിക്നെസ് പറയുന്നുണ്ട് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത്. ബിക്കോസ് ശബ്ദങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ശബ്ദങ്ങൾ തലച്ചോറിലേക്ക് പോകണമെങ്കിൽ ഈ ഞരമ്പ് പ്രോപ്പറായിട്ട് ഇരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് പ്രോപ്പറായിട്ടുള്ള തിക്നെസ്സും വേണ്ട ഡയമെൻഷൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്താൽ സക്സസ് ആവില്ല. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ഉപയോഗിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്. കോക്ലിയർ ഇംപ്ലാന്റിന് മുമ്പേ ചെയ്യേണ്ട പരിശോധനകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, ഒബ്വിയസ്ലി ഒരു കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ആണ് ഇതിനു വേണ്ട എല്ലാ നടപടിക്രമങ്ങളും നിങ്ങൾ കാണുകയും അതിന് വേണ്ട ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പം വൈദ്യപരിശോധന, അതിനോടൊപ്പം തന്നെ CT സ്കാൻ MRI, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോക്ലിയയുടെ ഘടന, അതേപോലെ നെർവിന്റെ ഘടന, കേൾവിയുടെ നെർവിന്റെ, ഓഡിറ്ററി നെർവിന്റെ ഘടന, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ CT സ്കാൻ MRI എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ അത് ആവശ്യമാണ്. കേൾവി പരിശോധനയ്ക്കകത്ത് നമ്മൾ നേരത്തെ ഇപ്പൊ ഓഡിയോഗ്രാം എടുക്കണം, ഇപ്പൊ ബെറ പോലത്തെ ടെസ്റ്റുകൾ ചെയ്യണം, ASSR പോലത്തെ ടെസ്റ്റുകൾ ചെയ്യണം, കോക്ലിയയിൽ നിന്ന് എമിഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റ് ഓഡിറ്ററി ന്യൂറോപ്പത്തി എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഓഡിറ്ററി ഒക്കെ OE എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം. അപ്പൊ ഓഡിയോളജിക്കലി ചെയ്യേണ്ട എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രവണ സഹായി വെച്ചുകൊണ്ടുള്ള ടെസ്റ്റ്. അതായത് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് നമ്മളൊരു ടെസ്റ്റ് എടുക്കും. ഹിയറിംഗ് എയ്ഡ് വെച്ച് നമുക്ക് മനസ്സിലാവണം ഹിയറിംഗ് എയ്ഡ് ഈ ആൾക്ക് ബെനിഫിറ്റ് അല്ല എന്ന് മനസ്സിലാവണം. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സ്പീച്ച് ബനാന, ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുള്ള ഓഡിയോഗ്രാം എടുക്കുമ്പോൾ അത് സ്പീച്ച് ബനാനയ്ക്ക് പുറത്താണ് വരുന്നതെങ്കിൽ അത് ഏറ്റവും ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ് കോക്ലിയർ ഇംപ്ലാന്റ് കാൻഡിഡസിക്ക് ഉള്ളത്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഇവാലുവേഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള വളർച്ചക്കുറവോ കോക്ലിയർ ഇംപ്ലാന്റ് കെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ, ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സൈക്കോളജിക്കൽ അത് ആവശ്യമാണ്. സംസാരത്തിന്റെയും ഭാഷയുടെയും പരിശോധന, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളിൽ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ
നിലവിൽ കുട്ടിയുടെ ഭാഷ സംസാര ലെവൽ, അതായത് റിസപ്റ്റീവ് ഭാഷ മനസ്സിലാവുന്ന ഏജ് എത്രയാണ്, ഭാഷ എക്സ്പ്രസ് ചെയ്യുന്ന ലെവൽ എത്രയാണ്, ഈ തരത്തിലുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ശസ്ത്രക്രിയയും അതിന്റെ തുടർ നടപടികളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ജനറൽ അനസ്തേഷ്യയുടെ സഹായത്തോടെ മാത്രമേ നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ജനറലി ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം കഴിഞ്ഞ് ഇന്ന് അഡ്മിറ്റ് ചെയ്യുക, നാളെ സർജറി, മറ്റന്നാളില് ഡിസ്ചാർജ്. ഇതാണ് ഇതെന്ന് പറയുന്നത്. ഒരു 1.5 മണിക്കൂർ തൊട്ട് 2.5-3 മണിക്കൂർ വരെ, അത് ഡിപ്പെൻസ്, കോംപ്ലിക്കേഷൻസ് അനുസരിച്ചാണ്. ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത ഒരു സർജറി ആണെന്നുണ്ടെങ്കിൽ, നല്ല എക്സ്പീരിയൻസ്ഡ് സർജൻസും ആണെങ്കിൽ 1 മണിക്കൂറിൽ 1.5 മണിക്കൂറിൽ സർജറി തീരും. മുറിവുണങ്ങി ഒരു നമ്മള് ചെവിയുടെ പുറകിൽ ഒരു ഇൻസിഷൻ ഇട്ട് ആണ് നമ്മൾ ഇന്റേണൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്റേണൽ ഡിവൈസ് ചെവിക്കുള്ളിലേക്ക് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ വെക്കുന്നത്. അപ്പൊ ആ മുറിവുകളെല്ലാം ഉണങ്ങി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഏകദേശം ഒരാഴ്ച തൊട്ട് ഒരു നോർമലി 15 to 21 ഡേയ്സ് ഒക്കെയാണ് പറയുന്നത്. ഇപ്പൊ റീസെന്റ് ഒരാഴ്ചക്കുള്ളിൽ സ്വിച്ച് ഓൺ ചെയ്യാം എന്നുള്ള ഒരു ലെവലിലേക്ക് വരെ നമ്മൾ എത്തുന്നുണ്ട്. അപ്പൊ മുറിവെല്ലാം ഉണങ്ങിയതിനു ശേഷം ഈ എക്സ്റ്റേണൽ ഡിവൈസ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് ഇന്റേണൽ ഡിവൈസുമായിട്ട് ഘടിപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനാണ് നമ്മൾ സ്വിച്ച് ഓൺ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡിവൈസ് ഓഡിയോളജിസ്റ്റ് ആണ് പ്രോഗ്രാം ചെയ്യുന്നത്. അത് പ്രോഗ്രാം ചെയ്ത് ഇന്റേണൽ ഡിവൈസിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഒത്തിരി ലൗഡായിട്ട്, അതായത് ഇത്രയും നാൾ കേൾക്കാതിരിക്കുന്ന ഒരാൾക്ക് ഒത്തിരിയും ലൗഡായിട്ടുള്ള ശബ്ദം നമുക്ക് എക്സ്പോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത് ഓരോ ഫ്രീക്വൻസി റേഞ്ചിലും എത്രത്തോളം ശബ്ദം ഉള്ളിലേക്ക് പോകണം എന്നുള്ളതിന്റെ ഒരു തോതൊക്കെ നമ്മൾ കണക്കാക്കി ഈ എക്സ്റ്റേണൽ സ്പീച്ച് പ്രോസസ്സറിനെ പ്രോഗ്രാം ചെയ്ത് ഇന്റേണൽ ഡിവൈസിലേക്ക് നമ്മൾ ഘടിപ്പിക്കേണ്ട ഒരു പ്രക്രിയ ഉണ്ട്. അപ്പൊ അതാണ് സ്വിച്ച് ഓൺ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പൊ ഏകദേശം ഒരാഴ്ചക്ക് ഉള്ളിൽ നമ്മൾ ആദ്യത്തെ പ്രോഗ്രാമിംഗ് സ്വിച്ച് ഓൺ ചെയ്യും. അതിനുശേഷം 1 മാസത്തിൽ ഒരു മാപ്പിംഗ് ചെയ്യണം. അതിനുശേഷം 3 മാസത്തിൽ ഒരു മാപ്പിംഗ്, 6 മാസത്തിൽ ഒരു മാപ്പിംഗ്, പിന്നെ വർഷാവർഷം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവറി ഇയർ നമ്മൾ ഇത് പ്രോഗ്രാം ചെയ്ത് ഡിവൈസ് പ്രോഗ്രാം ചെയ്ത് അതിന്റെ വർക്കിംഗ് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ ഒരു നേരത്തെ ഒരു ഓഡിയോഗ്രാം കണ്ടു, പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള ഒരാളുടെ ഓഡിയോഗ്രാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് നമ്മൾ കണ്ടത് ഏകദേശം ഈ ഒരു 90-നും 100-നും ഇടയ്ക്കുള്ള ലെവലിലാണ് ആ ഒരു ഗ്രാഫ് നമ്മൾ കണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ CI എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് ഒരു സ്വിച്ച് ഓണും കഴിഞ്ഞ് ആദ്യത്തെ ഒരു 2-3 ആഴ്ചയിൽ എടുത്ത ഒരു ഓഡിയോഗ്രാം ആണ്. അത് ഏകദേശം ഒരു 30 തൊട്ട് 35 റേഞ്ചിലാണ് ആ ഒരു ഓഡിയോഗ്രാം നമുക്ക് വന്നിരിക്കുന്നത്. അതിന്റെ തൊട്ട് സൈഡിൽ കാണുന്ന ഓഡിയോഗ്രാം സി എന്ന് മാത്രം മാർക്ക് ചെയ്തിരിക്കുന്ന ഓഡിയോഗ്രാം എന്ന് പറയുന്നത് ഒരു 10-നും 20-നും ഇടയ്ക്കാണ്. അത് ഇംപ്ലാന്റ് ചെയ്ത് ഏകദേശം ഒരു 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോ ഓൾമോസ്റ്റ് നോർമലായിട്ട് ഉള്ള ആളിന്റെ എങ്ങനെയാണോ, അതായത് 20 dBക്കകത്താണ് നമ്മൾ ഒരു നോർമൽ ഹിയറിംഗ് എന്ന് പറയുന്നത്. അതേ ലെവലിൽ തന്നെയാണ് ഈ ഒരു ഓഡിയോഗ്രാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേൾവി തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്താൽ. സോ ഇതാണ് കോക്ലിയർ ഇംപ്ലാന്റ് കോക്ലിയർ ഇംപ്ലാന്റിനെ സംബന്ധിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കെല്ലാം അറിയാവുന്നത് പോലെ കേരള ഗവൺമെന്റിന് നമ്മുടേതായ ഒരു കോക്ലിയർ ഇംപ്ലാന്റ് ഗവൺമെന്റ് ഫണ്ടഡ് കോക്ലിയർ ഇംപ്ലാന്റ് പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ ഒരു പ്രൗഡായിട്ടുള്ള ഒരു പദ്ധതിയാണത്.
2012 സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ശ്രുതിതരംഗം പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഏകദേശം 10 വർഷത്തോളം സാമൂഹ്യ സുരക്ഷാ മിഷൻ അത് നടത്തുകയും 2021 മുതൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ആണ് ഈ ഒരു പർട്ടിക്കുലർ പദ്ധതി നടത്തുന്നത്. അപ്പൊ ഇതിൽ നമ്മളിപ്പോ ഏകദേശം ഒരു 1500-ൽ പരം കുട്ടികൾക്ക് നമ്മൾ ഓൾറെഡി കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു കഴിഞ്ഞു. അണ്ടർ ഗവൺമെന്റ് സ്കീമിൽ ശ്രുതിതരംഗം പദ്ധതി വഴി കഴിഞ്ഞ ഒരു 12-13 വർഷമായിട്ട് ഏകദേശം 1500-ൽ പരം കുട്ടികൾ ബെനിഫിഷ്യറീസ് ആണ് കോക്ലിയർ ഇംപ്ലാന്റ് ഈ കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതിയിലൂടെ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്ന ഒരു കോക്ലിയർ ഇംപ്ലാന്റ് മറ്റ് 13 സ്റ്റേറ്റ്സിൽ കോക്ലിയർ ഇംപ്ലാന്റ് പ്രോഗ്രാം ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രോഗ്രാമാണ് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പീരിയോഡിക് ആയിട്ട് അതിന്റെ ഔട്ട്കംസ് എങ്ങനെയാണ് കുട്ടികൾ പെർഫോം ചെയ്യുന്നത് ഉൾപ്പെടെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. നിഷിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അത് വിലയിരുത്തുന്നത്. അപ്പൊ ഇത് പദ്ധതിയെ കുറിച്ച് കൂടുതൽ നമുക്കൊന്ന് പറയാം. നമുക്ക് മൊത്തം 10 എംപാനൽഡ് സെന്റേഴ്സ് ആണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം 10 എംപാനൽഡ് സെന്റേഴ്സ് ആണ് ഉള്ളത്. അതിൻ്റെ അകത്ത് മെഡിക്കൽ കോളേജസ് ഉള്ളത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്, അതായത് കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം ഈ 3 ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ ഈ പദ്ധതി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് ഉള്ളത് പ്രൈവറ്റ് സെന്റേഴ്സ് ആണ്. ഇപ്പം കോഴിക്കോട് ഡോക്ടർ മനോജ് CNT ക്ലിനിക് ഉണ്ട്, എറണാകുളത്ത് ഡോക്ടർ നൌഷാദ് CNT ക്ലിനിക് ഉണ്ട്, മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ട്, പെരിന്തൽമണ്ണ അൽഷിഫ് അസെന്റ് ENT ഹോസ്പിറ്റൽ ഉണ്ട്, ട്രിവാൻഡ്രത്ത് കിംസ് ഉണ്ട്. സോ അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും 3 സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഈ പദ്ധതി അവൈലബിൾ ആണ്. ഇനി ഈ പദ്ധതി പ്രകാരം ആർക്കാണ് കോക്ലിയർ ഇംപ്ലാന്റ് കൊടുക്കുന്നത്? വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ പദ്ധതി കൊടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ കേൾവിക്കുറവ് കണ്ടുപിടിച്ച് ട്രെയിനിങ് അറ്റൻഡ് ഹിയറിംഗ് എയ്ഡ് വെച്ച് മിനിമം 4 മാസമെങ്കിലും ഹിയറിംഗ് എയ്ഡ് വെച്ച് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കാണ് നമ്മൾ പദ്ധതി വഴി കൊടുക്കുന്നത്. 3 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികളെയും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ പ്രകാരം നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം നേരത്തെ കണ്ടുപിടിച്ചു 2 വയസ്സിൽ കണ്ടുപിടിച്ചു, പക്ഷേ 2 വയസ്സിൽ കണ്ടുപിടിക്കുമ്പം സിവിയർ പ്രൊഫൗണ്ട് ലോസ് ഇല്ല, പ്രോഗ്രസ് ചെയ്തു വരുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പൊ അങ്ങനെ ആ ഒരു ഇത് മിസ്സായിപ്പോയി. ബിക്കോസ് അന്ന് കോക്ലിയർ ഇംപ്ലാന്റ് 2.5 അന്ന് കൊടുക്കേണ്ട വെക്കേണ്ട കാര്യമില്ലല്ലോ. അത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ 3.5-4 വയസ്സായപ്പോഴത്തേനാണ് പ്രൊഫൗണ്ട് ലോസ് ആയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയയിൽ വരുന്ന കുട്ടികൾക്കും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് പ്രകാരം നമ്മൾ 3 തൊട്ട് 5 വയസ്സ് വരെ കൺസിഡർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 3 വയസ്സിന് താഴെ ആണ് ക്രൈറ്റീരിയ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഡിയോളജിക്കൽ ആയിട്ടുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത്. മറ്റ് അസോസിയേറ്റഡ് ആയിട്ട് കണ്ടീഷൻസ്, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളികളോ സെറിബ്രൽ പാൾസി പോലെയുള്ള സംഭവങ്ങളോ ഓട്ടിസമോ ഹിയറിംഗ് ലോസിനോട് കൂടെ ഇങ്ങനെയുള്ള കണ്ടീഷൻസും കൂടെ വരികയാണെങ്കിൽ അവർക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, പക്ഷെ ഈ പദ്ധതി പ്രകാരം അത് നമ്മൾ കൊടുക്കില്ല. അതേപോലെ തന്നെ മിനിമം 4 മാസമെങ്കിലും ഹിയറിംഗ് എയ്ഡ് വെച്ച് ഹിയറിംഗ് എയ്ഡിൽ നിന്ന് ബെനിഫിറ്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇതാണ് നമ്മുടെ പദ്ധതി പ്രകാരം കൊടുക്കാനുള്ള മാനദണ്ഡങ്ങൾ. അപ്പൊ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, ഇപ്പം നേരത്തെ പറഞ്ഞു നമുക്ക് 10 എംപാനൽഡ് സെന്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സെന്റേഴ്സ് വഴിയാണ് ഈ അപേക്ഷ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. അപ്പൊ ഈ സെന്റേഴ്സിൽ അപ്രോച്ച് ചെയ്ത അവർ ചെയ്യേണ്ട ടെസ്റ്റുകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ഓഡിയോളജിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ബാക്കി ടെസ്റ്റ് ചെയ്യാനുള്ളത്, സ്കാനിങ്, അതെല്ലാം അവര് ഹോസ്പിറ്റലിൽ ചെയ്ത് അവിടുത്തെ പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് പോകുന്നത് സംസ്ഥാന ഒരു സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഈ ആപ്ലിക്കേഷൻസിനെ എല്ലാം വിലയിരുത്തി നമ്മൾ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും മനസ്സിലാക്കി സെലക്ട് ചെയ്യുന്നത്. ആ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം പേരൻസും ആയിട്ട് ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട്. അതായത് ഈ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയുടെ ഏറ്റവും വലിയ ഔട്ട്കം അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ അതിന് ശേഷം കൊടുക്കുന്ന സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിയാണ്, അല്ലെങ്കിൽ ഓഡിറ്ററി വെർബൽ തെറപ്പി എന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഇന്റർവെൻഷൻ. അതായത് ഇംപ്ലാന്റ് ചെയ്തതുകൊണ്ട് മാത്രം കുട്ടി സംസാരിക്കുമെന്ന് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലുള്ള കുട്ടി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കും. ഇംപ്ലാന്റ് ചെയ്തതുകൊണ്ട് മാത്രം അത് നടക്കില്ല. അതിനുശേഷം വളരെ ഇന്റൻസ് ആയിട്ട് 2 തൊട്ട്
മിനിമം 2 വർഷം, 2 വർഷം മതി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. മിനിമം 2 വർഷം തൊട്ട് അത് ചിലപ്പം 4 വർഷം വരെ ആവാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ സാധാരണ കുട്ടികൾ സംസാരിക്കുന്നത് പോലെ നമ്മുടെ കുട്ടികൾ സംസാരിച്ചു വരുവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ ഒരു 2 വർഷത്തേക്ക് തെറപ്പിക്ക് കൃത്യമായിട്ട് കൊണ്ടുപോയി കൊള്ളാം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് പേരൻസ് സൈൻ ചെയ്ത് വാങ്ങിക്കും. പേരൻസുമായിട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി സൈൻ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതും ഇതിന്റെ ഒരു നടപടിക്രമമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറപ്പി, ഇനിയിപ്പോ ഇത് എന്ത് തരത്തിലുള്ള, ഇപ്പൊ കോക്ലിയർ ഇംപ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം എടുക്കേണ്ട തെറപ്പി ചികിത്സാ രീതി എന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. പലപ്പോഴും ഇംപ്ലാന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇതിനെ നമ്മൾ ഓഡിറ്ററി വെർബൽ തെറപ്പി എന്നുള്ള, അല്ലെങ്കിൽ ഓഡിറ്ററി വെർബൽ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഭാഷാ സംസാര പരിശീലനമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇംപ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിമം 2 വർഷം, മിനിമം 2 വർഷം, മാക്സിമം എത്ര വേണമെങ്കിലും ആകാം. അപ്പോ ഈ ഒരു പർട്ടിക്കുലർ സംസാര രീതി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പരമ്പരാഗതം അല്ലെങ്കിൽ ട്രഡീഷണലി നമ്മൾ കൊടുക്കുന്ന തെറപ്പി എന്ന് പറയുന്നത് നമ്മൾ ചുണ്ടിന്റെ മൂവ്മെന്റ്സും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്റർവെൻഷൻ സ്പീച്ച് തെറപ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, കോക്ലിയർ ഇംപ്ലാന്റിന്റെ പ്രത്യേകമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് കേൾവിയുടെ ഞരമ്പിന്റെ അടുത്തേക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ശബ്ദതരംഗങ്ങളിലെ ബ്രെയിനിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കേൾവിയിൽ കൂടെ മാത്രം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പഠന രീതിയാണ് ഓഡിറ്ററി വെർബൽ തെറപ്പി എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും ഇംപ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് മറ്റ് അസോസിയേറ്റഡ് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ഇംപ്ലാന്റ് കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന തെറപ്പിയാണ് ഓഡിറ്ററി വെർബൽ തെറപ്പി. അപ്പൊ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. കേൾവിയിൽ കൂടെ മാത്രമുള്ള പഠനം ഇൻഡിവിജ്വൽ ആയിരിക്കും. ഒരിക്കലും ഓഡിറ്ററി വെർബൽ തെറപ്പി നമുക്ക് ഒരു ഗ്രൂപ്പിൽ ഇരുന്ന് നമ്മൾ ഓഡിറ്ററി വെർബൽ തെറപ്പി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. 1-to-1 കുട്ടിയും തെറപ്പിസ്റ്റും മാത്രമല്ല, കുട്ടിയും തെറപ്പിസ്റ്റും ഒരു കുട്ടി മാത്രമേ കാണുള്ളൂ. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പേരൻസും ആ തെറപ്പിയിൽ ഭാഗമായിരിക്കും. മാതാപിതാക്കളാണ് പ്രൈമറി തെറപ്പിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും പേരൻസ് ഇല്ലാതെ കുട്ടിയും തെറപ്പിസ്റ്റും മാത്രം ഇരുന്ന് എടുക്കുന്നതിനെ നമുക്ക് ഓഡിറ്ററി വെർബൽ തെറപ്പി എന്ന് പറയാൻ പറ്റത്തില്ല. പ്രൈമറി തെറപ്പിസ്റ്റ് എന്ന് പറയുന്നത് പേരൻസ് ആയിരിക്കും. വളരെ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള സംഭാഷണം, നമ്മളിപ്പോ കേൾവിക്കുറവുള്ള കുഞ്ഞുങ്ങൾ കേൾക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ വളരെ എക്സാജറേറ്റഡ് ആയിട്ട് സംസാരിക്കുക, ആംഗ്യ ഭാഷയിൽ സംസാരിക്കുക, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള കോൺവെർസേഷണൽ രീതിയിൽ കൂടെ കുട്ടികളെ സംസാര ഭാഷ പഠിപ്പിച്ച് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇംപ്ലാന്റ് ചെയ്ത നമ്മൾ നേരത്തെ ഒരു വീഡിയോ കാണിച്ചതിൽ ഞാൻ കണ്ടു, വളരെ നോർമൽ ആൻഡ് നാച്ചുറൽ ആയിട്ട് തന്നെയാണ് സംസാരം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് AVT ട്രെയിനിങ്ങിൽ കൂടെ. അപ്പോൾ ഇതാണ് AVTയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. സോ ഇതോടെ നമ്മുടെ സെഷൻ ഇവിടെ തീരുകയാണ്. സോ ക്വസ്റ്റ്യൻസ് ഉള്ളത് നമുക്കിനി എടുക്കാം. ഇപ്പൊ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ചോദ്യോത്തര വേളയാണ്. നിങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാം. ചോദിച്ചോളൂ. പിന്നെ ഇത് ലൈഫ് ലോങ് ആണ്, അത് വെച്ച് കഴിഞ്ഞാൽ വെക്കുന്ന ആൾക്ക് ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗം ഉണ്ടാവുക? അതെ, ലൈഫ് ലോങ് തന്നെ. അതെ, ലൈഫ് ലോങ് ആണ്. നമ്മുടെ ഇന്റേണൽ ഇംപ്ലാന്റ് ലൈഫ് ലോങ് തന്നെയാണ്. ലൈഫ് ലോങ് ഉപയോഗം കിട്ടണം. പക്ഷെ അതിൻ്റെ അകത്ത് എക്സ്റ്റേണൽ പ്രോസസ്സർ ചിലപ്പോ ഒരു 10-12 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ്. ബട്ട് ഇന്റേണൽ ഇംപ്ലാന്റ് ലൈഫ് ലോങ് തന്നെയാണ്. അത് പ്രോപ്പർലി യൂസ് ചെയ്യുകയും അത് യൂസ് ചെയ്ത് സംസാരിക്കാനായിട്ടുള്ള പരിശീലനം പ്രോപ്പറായിട്ട് കിട്ടിയ ആൾക്ക് അത് ലൈഫ് ലോങ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു മാം. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ഇപ്പൊ ഈ ചോദ്യോത്തര വേളയിൽ നമ്മുടെ എക്സ്പേർട്സും കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഡോക്ടർ ആൻ വർഗീസ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി നിഷും, മിസ്റ്റർ അനീഷ് ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് കൂടി ഡോക്ടർ ജീനയോട് കൂടി ജോയിൻ ചെയ്യാണ്. പാർട്ടിസിപ്പൻസിന് ഇപ്പോൾ ചോദ്യം ചോദിക്കാവുന്നതാണ്.
ഇപ്പോൾ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്ത പാർട്ടിസിപ്പൻസിന് ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൂടി വന്നിട്ടുണ്ട്, ഒരു ചോദ്യാവലിയുടെ. ആ ലിങ്ക് കൂടി ക്ലിക്ക് ചെയ്ത് ഫില്ല് ചെയ്യേണ്ടതാണ്. ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഹലോ, ചോദിച്ചു. ഞാന് ബേസിക്കലി ചോദ്യമല്ല, എന്റെ ഒരു ഇതാണ്. ഞാൻ എന്താ വെച്ചാല് നമ്മുടെ ഈ കോക്ലിയർ ഇംപ്ലാന്റിന്റെ സർജറിക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് കോസ്റ്റ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ശ്രുതി തരംഗം പോലുള്ള പദ്ധതികളൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പൊ 3 years കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ഇത് വരുന്നുമില്ല. നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാനുള്ള കുറച്ച് പ്രശ്നങ്ങൾ പറയുകയും ചെയ്തല്ലോ മാം. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് നമ്മൾ ഈ എന്തുകൊണ്ടാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിനൊന്നും നമ്മൾ ഇത് മാത്രം പ്രൊമോട്ട് ചെയ്യാത്തത്? ഇതൊന്നും ഹെൽത്ത് ഇൻഷുറൻസിലും വരുന്നില്ല ഈ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ലെവലിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാത്തത്? അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്ത് ഹെൽത്ത് ഇൻഷുറൻസുകാരെടുത്ത് പറയാത്തത്? കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് കോസ്റ്റ് ആണ്, ഒരു ബർഡനാണ് ഫാമിലിക്ക് ശരിക്കും. അപ്പൊ ഇത് കുറച്ച് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്? ഏതെങ്കിലും ഇങ്ങനത്തെ പോളിസീസ്, എന്താ വെച്ചാൽ ഹെൽത്ത് ആണല്ലോ കൂടുതലും എല്ലാവരും എടുക്കുന്ന പോളിസീസ്, പക്ഷെ ഇത് കവർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമല്ലേ? എന്റെ മോൻ ഹിയറിംഗ് ഇത് ചെയ്തതാണ്, കോക്ലിയർ ഇംപ്ലാന്റ്. അവന് 9 yearsലാണ് ചെയ്തത്. എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി, നമ്മൾക്ക് ഇത് പേടിയൊക്കെ ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ട് പക്ഷെ ഞാൻ ഈ ഇത് വന്നപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ ജോയിൻ ചെയ്ത് കേട്ടതൊക്കെ. താങ്ക് യു ഫോർ ദ സജഷൻ. നമുക്ക് ടേക്കപ്പ് ചെയ്യാം, നിഷ് വഴി അത് ടേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്താം. പിന്നെ ഒന്ന് കൊടുക്കുന്നുണ്ടോ? CRC ഇല്ലേ, കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ, അവര് കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ലേ? പല എക്യുപ്മെന്റ്സും ഇത് കൊടുക്കുന്നുണ്ടോ? സിയാക്സ് എന്ന് പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റിന്റെ ഓർഗനൈസേഷൻ, കോക്ലിയർ ഇംപ്ലാന്റ്സിന്റെ സംഘടനയാണല്ലോ. അപ്പൊ അത് അതാണോ CRC? ഞാൻ ഉദ്ദേശിച്ച ചേവായില്ലേ, ഈ കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ. ചോദ്യം മനസ്സിലാവുന്നില്ല. മാഡം ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ചോദിക്കാമോ? ക്ലിയർ ആയില്ല. അതായത് കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ ഉണ്ടല്ലോ ചേവായൂർ, കോഴിക്കോട് ചേവായൂര്, അവിടെ നിന്ന് ഇങ്ങനെയുള്ള ഡിഫറെന്റ്ലി അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എക്യുപ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. ഈ അവര് ഇത് കൊടുക്കുന്നുണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത്. അതായത് CRC വഴി കോക്ലിയർ ഇംപ്ലാന്റ് അത് കൊടുക്കുന്നുണ്ടോ എന്നാണ് അല്ലേ? അതെ മാം. ഇല്ല. ഓക്കെ, ചോദ്യം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുകയോ ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വായിക്കാം. ചോദ്യം ഇതാണ്, മിസ് വിദ്യ ചോദിച്ചിരിക്കുന്നത്: ഇംപ്ലാന്റേഷൻ ടൈമിൽ പേരൻസ് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെങ്കിലും ഉണ്ടോ? ബിക്കോസ് അതിന് സമീപിക്കുന്ന ഒരു കുഞ്ഞിന്റെ പേരൻസിന് നൽകാവുന്ന പോസിറ്റീവ്സ്. ഓക്കെ, ഏറ്റവും എന്താന്ന് പറയാ, ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യുക. ഇതിന് വേണ്ട ഫസ്റ്റ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യുക. ഇപ്പം എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, കുട്ടിക്ക് സംസാരത്തിന് ഏത് ലെവല് വരെ പോകാം എന്നുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ നമുക്ക് വേണം. അതനുസരിച്ച് നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഏറ്റവും നല്ല ഔട്ട്കംസ് ഉള്ള കുട്ടികളിൽ നമ്മൾ കണ്ടിരിക്കുന്ന പേരൻസ് ആണ് എല്ലാം. നമുക്ക് തെറപ്പിസ്റ്റിനോ ഓഡിയോളജിസ്റ്റിനോ ഒക്കെ ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട്. നിങ്ങൾക്ക് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വേ എന്തുവാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേരൻസ് ആണ്. അപ്പൊ അത് ചെയ്യാൻ ഏത് അറ്റം വരെയും എങ്ങനെയും ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോയും മനസ്സോടെയും വേണം പേരൻസ് ഇതിനെ സമീപിക്കാൻ. ബിക്കോസ് പലപ്പോഴും പേരൻസ് വിചാരിക്കുന്നത് ഓക്കെ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ദ വർക്ക് ഇസ് ഡൺ എന്നായിരിക്കാം, അങ്ങനത്തെ ഒരു തോന്നലോടെ ആയിരിക്കാം പേരൻസ് പോകുന്നത്. അപ്പൊ എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുക. ഇതിന് ശേഷം എത്രത്തോളം കമ്മിറ്റ്മെന്റ് അതിന് കൊടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിലും ഇമ്പോർട്ടൻറ്റ് ഒരു പേരന്റ്, ഈ ഒരു ജേർണി പോയ ഒരു പേരന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഓഡിയോളജിസ്റ്റോ നിങ്ങളുടെ കോക്ലിയർ ഇംപ്ലാന്റ് ടീമിനോ ആയിട്ട് തന്നെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ അതുമായിട്ട് ലിങ്ക് ചെയ്ത് തരും. ഞാൻ പലപ്പോഴും അതാണ് ചെയ്യുന്നത്. സോ പേരൻസുമായിട്ട് ലിങ്ക് ചെയ്ത് തരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതും കൂടെ നിങ്ങളൊന്ന് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഔട്ട്കം നമുക്ക് കുട്ടികൾക്ക് കിട്ടാനായിട്ട് പറ്റും. ഈ ഒരു ചോദ്യം ഡോക്ടർ ആൻ കൂടി ആഡ് ചെയ്യുന്നു. ആൻ മാം.
ഇപ്പം ഡോക്ടർ ജീന പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഈ ഒരു പ്രോബ്ലത്തിന് ഹിയറിംഗ് ആംപ്ലിഫിക്കേഷൻ നമുക്ക് പറ്റുന്നത് കോക്ലിയർ ഇംപ്ലാന്റ് വഴി തന്നെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് അംഗീകരിക്കുകയും അതിന് നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് സ്പീച്ച് തെറപ്പി മുന്നോട്ട് പോയതുപോലെ തന്നെ ഇതിനും ഒരു സർജറി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കരുത്. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ മുന്നോട്ട് പോകണം. ഇപ്പം അഥവാ നമുക്ക് ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് അതിന്റെ ബേർഡൻ നമ്മൾ മനസ്സിലാക്കണം. ഇത് കോക്ലിയർ ഇംപ്ലാന്റേഷന് നമ്മുടെ ഡെഡിക്കേഷൻ മാത്രമല്ല സാമ്പത്തികമായിട്ടും കുറെ വെല്ലുവിളി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ പോകുമ്പം ഇതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾ തന്നെ ഓരോ ഫാമിലിയും വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ ഇതൊരു അത്യാവശ്യമായിട്ട് വരുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. ബാക്കിയെല്ലാം ഓൾറെഡി ഡോക്ടർ ജീന പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ മനസ്സിലാക്കുക. കാരണം ചില പേരൻസ് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ പറയുന്നത് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമോ എന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറം ചിലപ്പോൾ നമുക്ക് തന്നെ പൈസ ഇടേണ്ടി വരേണ്ട സാഹചര്യമുണ്ട്. ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് വരുമ്പം തന്നെ വീട്ടിലെ താളം തെറ്റാനൊരു സാഹചര്യമുണ്ട്. വഴക്കുണ്ടാകാം, പല പ്രശ്നങ്ങളിലേക്ക് ചിലപ്പം ഇത് നീങ്ങിപ്പോകാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പോയിന്റ്, അതായത് മറ്റൊരു പേരന്റുമായിട്ടും കൂടെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ജേണി. മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാവുന്നത് ബിഫോർ സർജറി ഇറ്റ്സെൽഫ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് കളക്ട് ചെയ്യുക. അതുപോലെ മറ്റൊരു പേരന്റുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ആ ഒരു ഫുൾ ജേണി എന്തുവാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ, ബിക്കോസ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ ഔട്ട്കം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുഞ്ഞ് സാധാരണ സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം എന്നാണെങ്കിൽ അതൊരു ജേണിയാണ്. അത് ഒരു ഒറ്റ ഇതോടെ തീരുവല്ല, അതൊരു ജേണിയാണ്. ആ ഒരു ജേണി അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം. നമ്മള് ഫാമിലി എന്ന് പറയുമ്പോൾ ഈ കുട്ടി മാത്രമല്ല, നമുക്ക് പേരൻസ് ഉണ്ട്, നമുക്ക് ബാക്കി ഒത്തിരി ആൾക്കാരാണ് നമ്മുടെ ഈ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം, ബാക്കിയും കൂടി ഇതിന്റെ കൂട്ടത്തിൽ എങ്ങനെ കൊണ്ടുപോകാം, എങ്ങനെ നമുക്ക് സപ്പോർട്ട് കിട്ടാം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് എടുത്ത് ചാടിയിട്ട് നമുക്ക് മാനസിക വെല്ലുവിളികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ അത്രയും റെഡി ആയിട്ട് വേണം ഈ കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി. സാമ്പത്തികം മാത്രമല്ല, മാനസികം, നമ്മുടെ സമയം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വേണം പോകാൻ. ഒരു ടീം വർക്കാണ്, ഫാമിലിയിൽ തന്നെ ഒരു ടീം വർക്കാണ്. ചോദ്യം ചോദിക്കുന്ന ടൈമിൽ ചാറ്റ് ബോക്സിൽ ചോദ്യം ഉണ്ടായിരുന്നു അടുത്ത നിഡാസിനെ കുറിച്ച്. അടുത്ത നിഡാസ് ഒക്ടോബർ 24-ാം തീയതിയാണ്. വിഷയം സ്ക്രീൻ ടൈം, ചെറിയ സ്ക്രീൻ ടൈം എന്ന വിഷയത്തെ കുറിച്ചാണ്. പേരൻസ് അറിയേണ്ടതെല്ലാം. ഒക്ടോബർ 24 രാവിലെ 10:30 ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഒരു മാനസിക നമ്മളൊരു റെഡിനെസ്സിന് വരുന്നത് ആദ്യം നമ്മളെ തന്നെ സ്വയം നോക്കാൻ വേണ്ടിയുള്ള, നമ്മൾ തന്നെ ഈ കാര്യം എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യത്തോടെ തന്നെ നമ്മൾ പോകണം. പേരന്റ് തകർന്നു പോയാൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത് തന്നെ ഫസ്റ്റ് ലെവൽ ഓഫ് ആക്സെപ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ലെവൽ മാത്രമല്ല, നമ്മൾ തന്നെ മാനസികമായിട്ട് ഇത് മുന്നോട്ട് റെഡിയാക്കി ഇതിനകത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ആകണം. നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് നമ്മളെല്ലാം പഠിച്ചിട്ട് റെഡി ആയിട്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ മെന്റലി ഒരു ഫിറ്റ് ആകാൻ വേണ്ടി, ഫിസിക്കലി ഫിറ്റ് ആകാൻ വേണ്ടി നമ്മൾ എല്ലാം ചെയ്യും. ആഹാരം കഴിക്കും, ഉറങ്ങും, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ മാനസികമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് അതും കൂടെ നമ്മൾ എല്ലാ ദിവസവും നമ്മളെ തന്നെ മാനസികമായിട്ട് ഫിറ്റ് ആക്കിയിട്ട് വേണം ഈ കാര്യത്തിന് മാത്രമല്ല എല്ലാ കാര്യത്തിനും മുന്നോട്ട് പോകാൻ. Hello, ma'am. Ma'am, is it audible?
യെസ്, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. മാം, എന്റെ പേര് ഗോപിക എന്നാണ്. ഞാൻ സോഷ്യൽ വർക്ക് ഏരിയയിൽ വർക്ക് ചെയ്യാണ്. മാം, എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സെക്ടറിൽ സോഷ്യൽ വർക്കേഴ്സ് എങ്ങനെയാണ് സഹായിക്കുന്നത് ഈ ഒരു പ്രോസസ്സിൽ എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ഹലോ, താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. പലപ്പോഴും ഇപ്പം ഇംപ്ലാന്റ്, ഇപ്പം ഞാൻ ആസ് എൻ ഓഡിയോളജിസ്റ്റ് ഞാനത് പറഞ്ഞപ്പം വളരെ ഞാൻ ഈ പറഞ്ഞ ഡയമെൻഷൻസ് മാത്രമല്ല, സൈക്കോ സോഷ്യൽ ഡൊമെയിൻ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ട് അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്, പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലും തന്നെ. കേരളത്തിൽ നമ്മൾ ഒത്തിരിയും ബെറ്റർ ആണ്. പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഫാമിലി ഡൈനമിക്സ്, ഫാമിലി കൗൺസിലിംഗ്, എല്ലാ തരത്തിലുള്ള, നമ്മൾ നേരത്തെ ഡോക്ടർ ആൻ പറഞ്ഞ പോലെ തന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്, ഇന്റർവെൻഷന്റെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, സൈക്കോ സോഷ്യൽ ഡൊമെയിൻ തന്നെയാണ്. അപ്പൊ അതില് നിങ്ങൾക്ക് കൗൺസിലിംഗ് എന്നുള്ള രീതിയിലും ഫാമിലി സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിലും ഒക്കെ ഒത്തിരി ഇൻപുട്സ് സോഷ്യൽ വർക്കേഴ്സിന് തരാവുന്നതാണ്. ഓക്കെ മാം. ഇപ്പൊ കറന്റ് അങ്ങനെ ആരെങ്കിലും നമ്മുടെ ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? കോക്ലിയർ ഇംപ്ലാന്റ് മേഖലയിൽ നമുക്കിവിടെ നിഷില് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അവിടെ ഒരു സോഷ്യൽ വർക്കറും ഒരു സൈക്കോളജിസ്റ്റും അവൈലബിൾ ആണ്. ബട്ട് എന്റെ തന്നെ ഒരു നമ്മള് പ്രോഗ്രാമിന്റെ ഔട്ട്കംസ് സ്റ്റഡി, അതായത് ശ്രുതിതരംഗം പ്രോഗ്രാമിന്റെ ഔട്ട്കം സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഒരു പ്രോജക്റ്റില് ഒരു 2-3 വർഷം മുന്നേ, അല്ല ഓൾമോസ്റ്റ് ഒരു 6 to 7 years മുന്നേ വരെ നമുക്കൊരു സോഷ്യൽ വർക്കർ അവൈലബിൾ ആയിരുന്നു. ഇപ്പം നിലവിൽ ആ പ്രോജക്ട് റണ്ണിങ് അല്ല. ബട്ട് നമ്മുടെ എല്ലാ പ്രോജക്ട്സിലും നമുക്ക് വി വുഡ് വാണ്ട് എ സോഷ്യൽ വർക്കർ ആസ് പാർട്ട് ഓഫ് ദ ടീം, because we believe that you all are very integral to this, to enhance the outcomes of the program. Thank you so much, ma'am. Yeah. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതായത് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്ന ടൈമിൽ ഒരു പാരന്റും കുട്ടിക്കും എന്തെങ്കിലും പ്രിപ്പറേഷന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ആണ് അവർ ചെയ്യേണ്ടത്? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഇത് ചെയ്തു. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രിപ്പറേഷൻ ആണോ, ഓഡിയോളജിക്കൽ പ്രിപ്പറേഷൻ ആണോ, അതോ മാനസികമായിട്ടുള്ള പ്രിപ്പറേഷൻ ആണോ? ക്വസ്റ്റ്യൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ? മാം, എല്ലാ ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഉദ്ദേശിച്ചത്. കാര്യം ഒരു പാരന്റും കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ടെൻഷൻ കാണുമല്ലോ ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട്. അപ്പം അവർക്കൊരു പ്രിപ്പറേഷൻ വേണ്ടേ? അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് മെന്റൽ പ്രിപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്? മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഇതിന്റെ ഔട്ട്കംസ്, ചാലഞ്ചസ്, മെത്തേഡ്, എല്ലാം ഇൻഫർമേഷൻ പ്രോപ്പർലി കംപ്ലീറ്റ്ലി കളക്ട് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വേറൊരു പേരന്റ് ഈ ജേർണി ട്രാവൽ ചെയ്ത ഒരു പേരന്റിനോട് സംസാരിക്കുക. എക്സ്പെക്ടേഷൻസ് ക്ലിയർ ആക്കുക. എനിക്ക് എന്റെ കുട്ടീനെ എത്രത്തോളം ക്ലിയർ ആയിട്ട് സംസാരിക്കണം, നോർമൽ സ്കൂളിൽ സാധാരണ കുട്ടികളെ കൂടെ പോയിരുന്ന് പഠിപ്പിക്കുകയാണോ എന്റെ എക്സ്പെക്ടേഷൻ, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം. സോ ആ ഹോൾ എൻറ്റയർ പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാമോ അതെല്ലാം അവര് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുക. ഇപ്പൊ അത് ചിലപ്പം ഒരാളായിക്കോണം എന്നില്ല, മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാവുന്ന എല്ലാ ഇൻഫർമേഷൻസും അവർ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഇപ്പം അക്സെപ്റ്റൻസ് നമ്മൾ ഈ പറയുന്ന ഈ വേർഡ് ആ ഒരു ലെവൽ വരുന്നത് തന്നെ ഇതിനു മുൻപ് അവര് ഒരു ബുദ്ധിമുട്ടായ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഓക്കെ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് വന്നത്. അപ്പൊ ഇതിനു മുൻപ് ചിലപ്പം ഒരു ഡിനൈൽ, ഇത് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും, ദേഷ്യം വന്ന് കാണും, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കിത് പറ്റി, ഡിപ്രഷൻ, അങ്ങനെ പല രീതിയിലും ആ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഓൾറെഡി ഡോക്ടർ ജീന പറഞ്ഞത് ഏറ്റവും നേരത്തെ ഇത് ചെയ്യാൻ പറ്റുന്ന പോലെ കാൻഡിഡേറ്റ് അതിന് ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ആ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഏർലി ഇന്റർവെൻഷൻ. അപ്പൊ ഈ പേരന്റിന്റെ എപ്പോഴാണോ അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നത്, ഓക്കെ എന്റെ കുട്ടിക്ക് ഈ ഒരു കേൾവിക്കുറവുണ്ട്, ഇനി നമുക്കുള്ള ഓപ്ഷൻ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആണെന്ന് മനസ്സിലാക്കി അത് അംഗീകരിച്ചാലേ അവര് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ ഈ പേരന്റിൽ അംഗീകാരമാണ് ഏറ്റവും അത്യാവശ്യം. അംഗീകരിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർ ചിന്തിക്കുന്ന ഓക്കെ ഇനി എന്റെ കുട്ടിക്ക് എന്താണ് അടുത്തത് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവിടാണ് നമുക്ക് ഈ ഉത്തരം വന്നത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ. അപ്പൊ ഇനി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഡോക്ടർ ജീന പറഞ്ഞ പോലെ ഈ കാൻഡിഡേറ്റ് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചില
ക്രൈറ്റീരിയ അല്ലെങ്കിൽ ചില ഘടകങ്ങളുണ്ട്. അപ്പൊ അത് പാസ്സായാൽ ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അപ്പം ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ അപ്പം ഈ കുട്ടി താമസിക്കുന്ന സ്ഥലത്തുള്ളതല്ലായിരിക്കാം. അപ്പൊ അവിടെ ദൂരം വരുന്നു, ആർക്കൊക്കെ ഇതിന് പോകാൻ പറ്റും, എത്രത്തോളം സമയം ഇതിന് ചെലവഴിക്കണം, ബാക്കി കൂട്ടത്തിലുള്ള നമ്മുടെ ഫാമിലി എങ്ങനെ നമുക്ക് സപ്പോർട്ട് കിട്ടാം. അപ്പം അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ അവര് ചിന്തിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുക. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പം അത് അംഗീകരിച്ച് ബാക്കിയുള്ള മെമ്പേഴ്സോ കൂട്ടുകാരോ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ടീം വർക്കായിട്ട് ചെയ്താലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷെ ഈ മെന്റൽ പ്രിപ്പറേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇപ്പം ഫാമിലിയിൽ തന്നെ ഒരാൾ അംഗീകരിക്കുന്നു, മറ്റേ മെമ്പർ പറയാനോ ഇതൊരു കുഴപ്പമില്ല നമുക്ക് ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു വെല്ലുവിളിയാകും. അപ്പം ഫാമിലി മൊത്തത്തോടെ ഇത് പോകുവാണെങ്കിൽ ഈ വെല്ലുവിളി കുറച്ചും കൂടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാകുന്നു. ആ കൂട്ടത്തിൽ ഫാമിലി മാത്രമല്ല, എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ ആ രീതിയിലും കൂടെ പോകുമ്പം നമുക്കിത് ഈ ഒരു ബുദ്ധിമുട്ട് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിട്ടും വരാം. Okay, thank you, ma'am. മറ്റ് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മാം കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സർ, ചോദിച്ചോളൂ. എൻ്റെ പേര് ബോബൻ എന്നാണ്. എനിക്കുള്ള സംശയം എന്ന് പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റ്, ഞാൻ കുറച്ച് താമസിച്ചാണ് കയറിയത്, സോറി ഫോർ ദാറ്റ്. എനിക്ക് മുഴുവൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്ത ശേഷം എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അത് ഉപയോഗിക്കുന്നവരെടുക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് അത് ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ വരുന്നതെന്ന് മനസ്സിലാക്കും. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാമോ? സോ നമ്മൾ നേരത്തെ മെന്റൽ പ്രിപ്പറേഷൻസിന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ബട്ട് അതർവൈസ് ഇപ്പൊ ഇൻഫെക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇൻഫെക്ഷൻ ഡ്യൂറിങ് ദ സർജറി പ്രോസസ്, ഓൾസോ ഇൻഫെക്ഷൻ ഉള്ള ചാൻസസും ഇൻഫെക്ഷൻ വന്നാലുള്ള കോംപ്ലിക്കേഷൻസും വളരെ അധികമാണ്. പക്ഷേ നമ്മുടെ ഡേറ്റ പ്രകാരം നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന സർജറികളിലൊക്കെ ഇൻഫെക്ഷൻസ് വന്നിട്ടുള്ള ഇൻസ്റ്റൻസസ് വളരെ 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 റെയർ ആണ്. ബട്ട് അതർവൈസ് ഓൾസോ ഇപ്പൊ ഗ്ലോബലി ഇതിന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഒരു സൈറ്റേഷൻസ് പ്രകാരം 0.00001% ആണ് ഇപ്പൊ ആ ഒരു ഇൻഫെക്ഷന്റെ ആ ഒരു ഇത് പറയുന്നത്. സോ ഇപ്പം ചാൻസസ് ആർ വെരി 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 ലെസ്. പക്ഷെ പ്രിക്കോഷൻസ്, മെഡിക്കലി എടുക്കേണ്ട പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ എടുത്തിരിക്കണം. വാക്സിനേഷൻസ് പോലുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ എടുത്തിരിക്കണം. പിന്നെ അല്ലാത്ത തരത്തിലുള്ള പ്രിപ്പറേഷൻസ്, മെന്റൽ പ്രിപ്പറേഷൻസ്, ഓഡിയോളജിക്കൽ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അക്സെപ്റ്റൻസ്, സെറ്റിംഗ് ദ റൈറ്റ് എക്സ്പെക്ടേഷൻസ്, parents preparing for the journey as such, not only the process of surgery പക്ഷേ ആ ജേർണിക്കുള്ള പ്രിപ്പറേഷൻ. ഇത് ബിക്കോസ് ഇതൊരു വൺ ടൈം ഉള്ള ഒരു കാര്യമല്ല, അതൊരു 2 or 3 മിനിമം 2 to മാക്സിമം എത്രയും അങ്ങോട്ട് പോകുന്ന ഒരു ജേർണിയാണ്. സോ അതിനെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവർ പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ്. എത്ര ഇടവേളകളിലാണ് ഇവർ ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്ന് കൂടെ ഒന്ന് പറയാമോ? ഫോളോ അപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ച് ഓൺ, നമ്മൾ ഫസ്റ്റ് ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 1 week to 15 days കഴിയുമ്പോഴാണ് നമ്മൾ സ്വിച്ച് ഓൺ എന്ന് പറയുന്ന പ്രോസസ്സിന് ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി എക്സ്റ്റേണൽ ഡിവൈസ് മാപ്പ് ചെയ്ത് വെക്കേണ്ടത്. അതിനുശേഷം 1 month ഒരു ഫോളോ അപ്പ് വേണം, 3 months ഒരു ഫോളോ അപ്പ് വേണം, 6 months ഒരു ഫോളോ അപ്പ് വേണം. ഇത് ഓഡിയോളജിക്കൽ കാര്യം മാത്രമാണ്, ഡിവൈസ് റിലേറ്റഡ് ഫോളോ അപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം എവ്രി ഇയർ ഡിവൈസ് ഓഡിയോളജിസ്റ്റിനെ മീറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതേസമയം തെറപ്പി എന്ന് പറയുന്നത് ഇത് രണ്ടാണ്. ഓഡിയോളജിക്കൽ ഡിവൈസ് അപ്രോപ്രിയേറ്റ് ആണോ നോക്കാനുള്ള ഫോളോ അപ്പ് സിസ്റ്റമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതേസമയം തെറപ്പി എന്ന് പറയുന്നത് സ്വിച്ച് ഓൺ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി തന്നെ തുടങ്ങുന്ന പ്രക്രിയയാണ്. ഇതിന് ശേഷമുള്ള ഇന്റർവെൻഷൻ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇന്റർവെൻഷൻ, ഓഡിറ്ററി വെർബൽ തെറപ്പി എന്നോ സ്പീച്ച് തെറപ്പി എന്നോ ഒക്കെ പല പേരുകളിൽ വിളിക്കും. അപ്പൊ അത് എവറി മിനിമം once in a week, നമ്മുടെ ഗവൺമെന്റിന്റെ ഇത് പ്രകാരം 2 sessions in a week കുട്ടികൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ഫോർ എ മിനിമം പീരീഡ് ഓഫ് 2 years.
2 ഇയേഴ്സിന് ശേഷം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് 2 ഇയേഴ്സിന് ശേഷം 2 ഇയേഴ്സ് ആണ്. അതിനുശേഷം കണ്ടിന്യൂവൽ സപ്പോർട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ അത് എടുക്കുക എന്നുള്ളതാണ്. സോ അത് തെറപ്പി എന്ന് പറയുന്നത് മിനിമം 2 in a week for a minimum period of 2 years ആണ്. ആൻഡ് മാക്സിമം കണ്ടിന്യൂവൽ. പിന്നെ അങ്ങോട്ട് ഇപ്പം സ്പീച്ച് ലാംഗ്വേജ് സ്കിൽസ് ഒന്നും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടില്ല, പിന്നെയും ലാക്കുനേസ് ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് ഇന്റർവെൻഷൻ പിന്നെയും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പൊ അതൊരു ലോങ് ടേം ഫോളോ അപ്പ് തന്നെയാണ്. താങ്ക് യു. ഇനി വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങളും സംശയങ്ങളും ചോദ്യം ഉണ്ടോ? വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിഡാസ് ടീമിന്റെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. സ്ക്രീനിൽ നമ്പർ വരുന്നുണ്ട്. ഇന്നത്തെ നിഡാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ നിഡാസിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ നിഡാസിൽ കോക്ലിയർ ഇംപ്ലാന്റേഷനെ കുറിച്ച് സംസാരിച്ച് ഡോക്ടർ ജീന മേരി ജോയ്ക്കും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. പാനൽ എക്സ്പേർട്സ് ആയിട്ട് ജോയിൻ ചെയ്ത ഡോക്ടർ ആൻ വർഗീസിനും മിസ്റ്റർ അനീഷിനും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇനി അടുത്ത നിഡാസ് ഈ മാസം തന്നെ ഒക്ടോബർ 24-ാം തീയതിയാണ് രാവിലെ 10:30. ശരി, താങ്ക് യു.